സ്റ്റുഡൻസ് സെക്കൻഡ് ഇയറിൻ്റെ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ സസ്റ്റൈനബിൾ കരിയർ എന്നുള്ള മോഡുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്യൂച്ചർ ഓഫ് വർക്ക്, കരിയർ പ്ലാനിങ് എന്ന് 2-3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രോയിങ് ഇൻ യുവർ കരിയർ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 267 ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് കരിയർ പ്ലാനാണ്, കരിയർ പ്ലാനിങ് ആണ്. നമ്മളൊരു കരിയർ, നമ്മളൊരു ജോലി തുടങ്ങുമ്പോൾ, ജോലി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു 5-10 കൊല്ലത്തിന് ശേഷമുള്ള നമ്മുടെ ഗ്രോത്ത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേ കരിയറിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എ കരിയർ ക്യാൻ ബി കമ്പയർഡ് ടു എ ലോങ് ട്രെയിൻ ജേണി. യു മേ ഹാവ് മെനി സ്റ്റേഷൻസ്, many stops, many changes in routes. It is important to note that your career journey takes you to your dreams and goals. If your career goal is to be a senior manager or start your own business, you will have to hop on your train and travel for 20-30 years. A job is one of the ways to reach your career goal. If you start your career as a tailoring assistant, after 4 years you can be a senior tailor. After 7 years you can be a master and designer. 10 years later you can start your own shop and even have junior traders. Hence, if we want to grow in our career, we need to have 3 things. ഇപ്പോൾ നമ്മൾ ഒരു ലോങ് ട്രെയിൻ യാത്രയാണ് ഒരു കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെയിൻ പോകുന്നതിനിടയ്ക്ക് പല സ്റ്റോപ്പുകളുണ്ട്. നമ്മൾ ഇടയ്ക്ക് റെസ്റ്റും ചില റൂട്ടെല്ലാം മാറും. എന്നാലും നമ്മൾ അവസാന ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതേപോലെ തന്നെ നമ്മൾ സീനിയർ മാനേജർ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കരിയർ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ അങ്ങനെ കയറി 10-15 കൊല്ലം കഴിയുമ്പോൾ സീനിയർ മാനേജറാകും. അതേപോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്. ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ടേൺ ഓവറുള്ളൊരു ബിസിനസ് നമുക്ക് തുടങ്ങണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഒരു 10,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ടേൺ ഓവറുള്ള ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഒരു മാസത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ. പിന്നീടത് കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോൾ നമുക്കൊരു കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ് വേണം. അതിന് 3 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഇപ്പോൾ അത് ഒരു ടൈലറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ടൈലറായിട്ട് സാധാരണ കട്ടറായിട്ട് ജോലിക്ക് കയറുകയാണ്, ടൈലറായിട്ട് ജോലിക്ക് കയറുകയാണ്. പിന്നീട് നമ്മളൊരു സീനിയർ ടൈലറായി മാറി, നമ്മൾ മാസ്റ്ററായി, കട്ടിങ് മാസ്റ്ററായി, ഡിസൈനറായി, പിന്നെ നമ്മൾ സൂപ്പർവൈസറായി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ 10, 100, 1000 ടൈലേഴ്സ് നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരും. ഒരു ബിസിനസ് പ്ലാനിങ് അങ്ങനെയാണ്. ഇപ്പോൾ ക്ലീൻ കരിയർ ഗോൾ, പ്ലാനിങ് ആൻഡ് പാഷൻസ്, കരിയർ ആൾട്ടർനേറ്റീവ്, ഇത് 3 സ്റ്റെപ്പുകളാണ്. നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യം വേണം. ജോലിയിൽ നമ്മൾ ഇന്ന രീതിയിൽ പോകണമെന്നുള്ള ക്ലിയർ കരിയർ ഗോൾ വേണം. പിന്നെ പ്ലാനിങ് ആൻഡ് പാഷൻസ്, നമുക്ക് വ്യക്തമായ പ്ലാനിങ് വേണം, നമ്മൾ ക്ഷമയും വേണം, അല്ലേ, പാഷൻസ് വേണം. കരിയർ ആൾട്ടർനേറ്റീവ്സ്, എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ഓപ്ഷൻ വരികയാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു സിറ്റുവേഷനിൽ അത് മാറേണ്ടി വരും. ഇതെനിക്ക് ഒട്ട് ചെയ്യാൻ പറ്റുകയില്ല, നമ്മുടെ ശരീരത്തിന് പറ്റുന്നില്ല, നമ്മുടെ ജീവിത രീതിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറ്റാൻ നമുക്ക് തയ്യാറാകേണ്ടതുണ്ട്, അല്ലേ. അപ്പം എക്സിക്യൂട്ട് സെർവ് ഉണ്ടല്ലേ, എക്സിക്യൂട്ട് സെർവ് എന്നുള്ള എക്സിക്യൂട്ടീവ് ഒരു താഴെയുള്ള പൊസിഷനിൽ നിന്നും ഒരു എക്സിക്യൂട്ടീവിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നതാണ്. അതാണ് ക്യൂ എന്ന് കാണിച്ചത്. അതിന് പല സ്റ്റെപ്പുകളുണ്ട്, ഓരോ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നതാണ്. അപ്പം ഏറ്റവും താഴെയുള്ള പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലറിക്കലായിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് അസിസ്റ്റൻ്റാണ്, ഗ്രേഡ് അസിസ്റ്റൻ്റാണ്, ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് കയറുന്നത്. പിന്നീട് സ്പെഷ്യലിസ്റ്റായിട്ട് മാറി, അപ്പോൾ ടെക്നിക്കലിലേക്ക് എത്തി. അത് കഴിഞ്ഞ് സൂപ്പർവൈസറി ലെവലിലെത്തി. പിന്നെ അടുത്ത സ്റ്റേജിൽ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം ടോപ്പ് മാനേജ്മെൻറ്റിലെത്തുകയാണ്. സ്ട്രാറ്റജിക് തിങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റ്, ഓരോ പൊസിഷനിലുള്ള അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ മാനേജർ, ഡയറക്ടർ വരെ ആകാം. ഒരു കരിയർ പ്ലാൻ. ഇതിൽ അസിസ്റ്റൻറ്റ് ഫോളോസ് ഇൻസ്ട്രക്ഷൻസ്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് അസിസ്റ്റൻ്റ് ജോലി. സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് സ്വാതന്ത്ര്യത്തോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എത്തി. സൂപ്പർവൈസർ ആകുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. മാനേജർ ആകുമ്പോൾ ട്രാൻസ്ലേറ്റ് സ്ട്രാറ്റജീസ് ഇൻ ടു ഓപ്പറേഷണൽ പ്ലാൻസ്. അപ്പം ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനുകളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജറുടെ ജോലി. ഡയറക്ടർ ആകുമ്പോഴോ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് ഡയറക്ടറാണ്. അതാണ് കരിയർ പ്ലാനിൽ ഓരോ ഗ്രോത്തിൻ്റെ സ്റ്റേജുകൾ. പിന്നെ ക്വാളിറ്റി ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് മാനേജർ കണ്ടില്ലേ, സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഹൗസ് ക്ലീനർ, താഴെ ഏറ്റവും താഴെയുള്ള ജോലിയാണ് ഒരു ക്ലീനർ, ഒരു ഹൗസ് ക്ലീനർ. പിന്നീട് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഹൗസ് ക്ലീനറായി.
അത് കഴിഞ്ഞ് ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് മാറി, ഇപ്പോൾ ടീം ലീഡറായി, അസിസ്റ്റൻറ്റ് മാനേജർ. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു വലിയ സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിക്കുക, ഒരു 5 സ്റ്റാർ ഹോട്ടൽ. അവിടെ 100-500 മുറികളൊക്കെ ഉള്ള ഒരു സ്റ്റാർ ഹോട്ടലാണ്. അവിടെ 100-500 ക്ലീനിങ് സ്റ്റാഫുകളാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയൊരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, ക്ലീനിങ് സ്റ്റാഫാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ആശുപത്രിയിൽ, അല്ലേ? ഹോട്ടലുകളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു സാധാരണ ഹൗസ് ക്ലീനറായിട്ടാണ് ജോലിക്ക് കയറുന്നത്. പിന്നീട് കുറച്ച് 1-2 കൊല്ലം എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി, പ്രൊഫഷണൽ ഹൗസ് ക്ലീനറായി മാറി. കുറച്ചും കൂടി അങ്ങോട്ട് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ക്വാളിറ്റി ഇൻസ്പെക്ടറായി, ടീം ലീഡറായി, പിന്നെ ഒരു ക്ലീനിങ് ടീമിൻ്റെ മാനേജറായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് അവരെത്തി. അച്ചീവ്മെൻറ്റ് ആണ് അവരുടെ കരിയർ പ്ലാൻ. കരിയറിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റാണത്. ഇനി പ്ലാനിങ് യുവർ കരിയർ. ലെറ്റ് us വാച്ച് എ വീഡിയോ ഓൺ കോസ്റ്റ് ആപ്പ് കരിയർ പ്ലാൻ. ട്രൈ ദീസ് റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ വാച്ചിങ് ദ വീഡിയോ. അതൊരു വീഡിയോ വാച്ച് ചെയ്തിട്ട്, പിന്നെ കരിയർ പ്ലാനിലൊരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ സെഷനാണ് അത്. നമുക്ക് ആ വീഡിയോ ഇപ്പോൾ വാച്ച് ചെയ്യാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നെ മൈൽ സ്റ്റോൺസ്, ഡിസ്ക്രിപ്ഷൻസ്, റിസോഴ്സസ്, ടൈം ലൈൻസ്, സ്റ്റാറ്റസ്, കമൻറ്റ് നോട്ട്. ഇത് നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ഇൻഡിവിജ്വൽ ടാസ്ക്സ് യു നീഡ് ടു പെർഫോം ടു അച്ചീവ് യുവർ ഗോൾസ്. നമുക്ക് വ്യക്തിപരമായ എന്തെല്ലാം കഴിവുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ മൈൽ സ്റ്റോൺ വെച്ചാൽ നാഴികക്കല്ല് എന്ന് പറയില്ലേ. നമുക്കൊരു ജോലി പെർഫോം ചെയ്യാൻ എന്തെല്ലാം വേണം, എന്തെല്ലാം സ്കിൽസ് വേണം, എന്തെല്ലാം ടൂൾസ് വേണം. ഡിസ്ക്രൈബ് ദ ടാസ്ക് യു ഹാവ് ലിസ്റ്റഡ് ഇൻ ദ പ്രീവിയസ് കോളം. അപ്പോൾ നമ്മൾ എന്ത് ഡിസ്ക്രൈബ് ചെയ്യും. പിന്നെ വാട്ട് ഇൻഫർമേഷൻ ഓർ റിസോഴ്സസ് വിൽ യു നീഡ് ടു പെർഫോം ഈച്ച് ടാസ്ക്. ഓരോന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് വേണ്ടി വരും, ഒരു ചിലപ്പോൾ ഹയർ സ്റ്റഡീസ് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, മെറ്റീരിയൽസ് വേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരും. ഒരു സെൽഫ് ബിസിനസ് ആണെങ്കിൽ ധാരാളം സർട്ടിഫിക്കേഷൻ വേണ്ടി വരും, അല്ലേ? പിന്നെ ടൈം ലൈൻസ്, വൈ ഷുഡ്, വെൻ ഷുഡ് യു കംപ്ലീറ്റ് ദ ടാസ്ക്. ഇത്ര കൊല്ലത്തിനിടയിൽ, 5 കൊല്ലത്തിനിടയിൽ, അല്ലെങ്കിൽ 10 കൊല്ലത്തിനിടയിൽ. അപ്പം ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്. പിന്നെ എനി അതർ അഡീഷണൽ ഇൻഫർമേഷൻ. അതാണ് ആ കരിയറിനെ പറ്റിയുള്ള ഒരു അസൈൻമെൻറ്റ്. ലെറ്റ് us talk about some of the most important features while making a career plan. കരിയർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. മൈൽ സ്റ്റോൺ, അത് ടാർഗറ്റ് ആണ്, നാഴികക്കല്ലെന്ന് പറയും. ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് ടാർഗറ്റ്, റിക്വയർമെൻറ്റ്സ് ദാറ്റ് യു വിൽ സെറ്റ് ഫോർ യുവർ സെൽഫ്. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഒരു ടാർഗറ്റാണ്, ലക്ഷ്യബോധം വേണം, അല്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ലക്ഷ്യബോധത്തോടൊരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ടൈം ലൈൻസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പുട്ട് ഡേറ്റ്സ് ഓർ ടൈം ലൈൻസ് ഫോർ കംപ്ലീറ്റിംഗ് ഈച്ച് മൈൽ സ്റ്റോൺ. ഒരു 5 കൊല്ലത്തിന് ശേഷം ഞാൻ ഇന്ന രീതിയിൽ എത്തും, അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം ഈ കമ്പനിയിൽ എൻ്റെ പൊസിഷൻ ഇന്നതായിരിക്കും, അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം എൻ്റെ ബിസിനസ് ഇന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക, എൻ്റെ ടേൺ ഓവർ ഇത്ര രൂപയായിരിക്കും, എൻ്റെ കീഴിൽ ഇത്ര ആൾക്കാരാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും, എൻ്റെ കമ്പനിയിൽ ഇത്ര സ്റ്റാഫ് ഉണ്ടാവും, എൻ്റെ കമ്പനിക്ക് ഇത്രയും ഓഫീസുകളുണ്ടാവും, ഞാൻ ഇത്രയും ബ്രാഞ്ചുകൾ തുടങ്ങും. റിസോഴ്സസ്, ഐഡൻറ്റിഫൈ വാട്ട് മെറ്റീരിയൽസ് ടു സപ്പോർട്ട് യു വുഡ് നീഡ് ടു കംപ്ലീറ്റ് യുവർ മൈൽ സ്റ്റോൺസ് വിതിൻ ദ സെറ്റ് ടൈം ലൈൻസ്. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു വെളിച്ചെണ്ണ മില്ല് തുടങ്ങുന്ന ഒരാൾ തേങ്ങ കൂടുതൽ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം പോയിട്ട് തുടങ്ങാൻ. അതാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്, കേട്ടോ, റോ മെറ്റീരിയൽ. സിമ്പിൾ കരിയർ പ്ലാൻ. സിറ ഈസ് 18-year-old എ ട്രെയിനി ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. സിറ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, 18 വയസ്സേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ട്രെയിനിങ് ആണ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കോപ്പ. ഇപ്പോൾ കോപ്പയുടെ ഫുൾ ഫോം കണ്ടില്ലേ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്. അതൊരു IT കോഴ്സാണ്, കേട്ടോ, കോപ്പ. ഷീ ഈസ് ഇൻസ്പയർഡ് ബൈ വിമൺ വർക്കിംഗ് ഇൻ ബിഗ് ടെക്നോളജി കമ്പനീസ് വെയറിങ് പ്രൊഫഷണൽ സൂട്ട്. അപ്പോൾ വലിയ സൂട്ടെല്ലാം ധരിച്ച്, കോട്ടൺ സൂട്ടെല്ലാം ധരിച്ച് പോകുന്ന പെൺകുട്ടികളെ കണ്ടപ്പം അവർക്ക് ഷിയറൊക്കെ ഒരു ഇൻസ്പയർഡാണ്. ഷീ ആസ്പയേഴ്സ് ടു ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് വുമൺ. അപ്പോൾ അവർക്ക് ഒരു സെൽഫ് ഡെവലപ്ഡ് വുമൺ ആകണമെന്ന് ആഗ്രഹം വന്നു. മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ട്രാവൽ അക്രോസ് ദ വേൾഡ്. ലോകം മുഴുവൻ സഞ്ചരിക്കണം, പുതിയ പുതിയ ആളുകളെ കാണണം. ഷീ ടോക്സ് അബൌട്ട് ഹെർ ആസ്പിറേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ട്രെയിനർ. ഹെർ ട്രെയിനർ സജസ്റ്റ് സം ഓഫ് ദ പ്രൊഫഷൻസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഹെർ അച്ചീവ് ഹെർ ഡ്രീംസ്. അപ്പോൾ ട്രെയിനറോട് പറയും, എനിക്ക് ഇന്ന് നേട്ടങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ട്രെയിനർ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കും. സെറ ഫൈനലി ഡിസൈഡഡ് ടു ബിക്കം എ കോർപ്പറേറ്റ് ട്രെയിനർ. ഒരു ട്രെയിനറാകാൻ അവർ തീരുമാനിച്ചു. ബട്ട് ഷീ ഹാസ് നോ ക്ലൂ ഓഫ് വാട്ട് ഷീ ഈസ് റിക്വയർഡ്. എന്താണ് വേണ്ടതെന്നൊക്കെ അവർക്ക് അറിഞ്ഞുകൂടാ. ഹെൻസ് ഷീ റിസർച്ചസ് ഓൺ ദ ഇൻ്റർനെറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് മേക്കിംഗ് ഹെർ കരിയർ പ്ലാൻ. ലെറ്റ് us see. നോക്കൂ, കരിയർ പ്ലാൻ, കോർപ്പറേറ്റ് ട്രെയിനർ, ക്വാളിഫിക്കേഷൻ 12th and IT. ഇപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസാണിത്. കരിയർ ടൈം ലൈൻ 5 years. മൈൽ സ്റ്റോൺസ്, ഡിസ്ക്രിപ്ഷൻസ്, റിസോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അതേ എക്സസൈസാണ് ചെയ്യുന്നത്. പിന്നെ 2020 ആകുമ്പോഴത്തേക്ക്, ഇപ്പം ഇത് 2013 പറ്റും പ്രിപ്പയർ ചെയ്തിട്ടില്ല, കേട്ടോ. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടണം. ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഡൽഹിയിലെ ഏതോ ഇൻറ്റീരിയർ ഹിന്ദി മാത്രം അറിയാവുന്നൊരു ഗ്രാമത്തിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ ആക്സെപ്റ്റൻസ് ഉള്ള ലാംഗ്വേജാണ് ഇംഗ്ലീഷ്, അല്ലേ? ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ് റൈറ്റിംഗ്.
skills, but I need to practice more to improve my speaking skills. എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷേ എനിക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി ഫ്ലുവൻസി ആവശ്യമുണ്ട്. I can learn English communication skills on Quest app and other e-learning platforms. I would also need to find opportunities to practice it with others and ask for feedback. അപ്പോൾ ക്വസ്റ്റ് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ചേർന്ന് പഠിക്കാം. അങ്ങനെ അത് പ്ലാൻ ചെയ്തു. ബിഫോർ കംപ്ലീറ്റിംഗ് മൈ ഫൈനൽ ഇയർ ജൂലൈ 2020 മുമ്പ് അത് ഇംഗ്ലീഷ് ഭാഷയിൽ സ്കിൽഡ് വളരെ വർക്ക് ഇൻ പ്രോഗ്രസ് പഠിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ അവർ വളർന്ന് പോവുകയാണ്. മനസ്സിലായോ? ബിൽഡ് മൈ ബ്രാൻഡ്. അപ്പോൾ ഓരോ സ്റ്റേജിൽ പോകുന്ന അവരുടെ ഐ നീഡ് ടു ഹാവ് എ ഗുഡ് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്, ഇംപ്രൂവ് മൈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ക്രിയേറ്റ് ആൻ ഇംപ്രസീവ് റെസ്യൂം. ലിങ്ക്ഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റെസ്യൂം ഉണ്ടാക്കിയെടുക്കാം. റെസ്യൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും. ഐ വിൽ നീഡ് ടു അപ്ഡേറ്റ് മൈ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ്. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം സ്കിൽസ് കൂട്ടുമ്പോൾ. ആൻഡ് ഷെയർ റെലവൻറ്റ് പോസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ്. ഐ ഓൾസോ നീഡ് ടു നോ MS വേർഡ് ആൻഡ് അതർ ഡിസൈൻ ആപ്സ് ടു ക്രിയേറ്റ് മൈ റെസ്യൂം. MS വേർഡ് ഉപയോഗിച്ചിട്ടാണ് റെസ്യൂം ചെയ്യുന്നത്. അപ്പോൾ MS വേർഡ് പഠിക്കണം. അത് 2020 മുമ്പ് ചെയ്യാം. ഡൺ. അപ്പോൾ അങ്ങനെയാണ് ഒരു കരിയർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് സ്റ്റാർട്ട് എ ജോബ് അവരുടെ പ്രൊഫൈലാണ്. ഡെവലപ്പ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് സസ്റ്റെയിൻ ഇൻ മൈ ജോബ്. Note, based on the progress made and milestones achieved, it is important to revisit your career plan from time to time. ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ആൻഡ് അപ്ഡേറ്റ് ഇറ്റ് ഇഫ് നീഡ്. റിമെമ്പർ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. യു നീഡ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് നോ മാറ്റർ വാട്ട് അതേഴ്സ് തിങ്ക് ഓഫ് അബൌട്ട് യു. ഹാവിങ് പേഷ്യൻസ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വിൽ ഗോ എ ലോങ് വേ. നമുക്ക് നല്ല ക്ഷമ വേണം, നമ്മളൊരു ലക്ഷ്യബോധം വേണം. നമ്മളൊരു നാഴികക്കല്ല് പിന്നിടുമ്പോഴും നമുക്ക് നമ്മുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക. മനസ്സിലായോ? ഇപ്പോൾ കരിയർ ആൾട്ടർനേറ്റീവ്സ് ടു സ്റ്റാർട്ട് വിത്ത് വാച്ച് ലെസൺസ് ഓൺ കരിയർ ആൾട്ടർനേറ്റീവ്സ്. അപ്പം bharatskills.gov ഇതിലൊക്കെ പലതരം ആൾട്ടർനേറ്റീവ് കരിയേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾ നോക്കണ്ടല്ലേ ആപ്പല്ലേ? ഇമാജിൻ യുവർ ഗോൾ ഈസ് ടു സീ താജ്മഹൽ കാണണമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് കാണണം. യുവർ പ്ലാൻ ഈസ് ടു ട്രാവൽ ഫ്രം ഡൽഹി ടു ആഗ്ര ബൈ ബസ്, ബട്ട് ദർ ഈസ് എ ബന്ദ് ഗോയിങ് ഓൺ ആൻഡ് all the bus services are closed. What will you do? Write 3 options in the space provided. അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഒരു കുട്ടി ട്രെയിന് പോകാൻ ഉദ്ദേശിച്ചതാണ് താജ്മഹൽ കാണാൻ വേണ്ടി. പക്ഷേ ബന്ദ് കാരണം റോഡെല്ലാം ക്ലോസ് ആയിപ്പോയി. അപ്പോൾ എങ്ങനെ പോകുന്നതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ 3 ഓപ്ഷൻസ് യു റോട്ട് ആർ കോൾഡ് ആൾട്ടർനേറ്റീവ്സ്. അതിനാണ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുക. മീനിങ് എ ഡിഫറെൻറ്റ് ഓപ്ഷൻ ഓർ പാത്ത് to your main plan. If in life many of our plans do not work, in such cases we choose or find alternatives. Similarly, when we create career goals, we may also be open to find different paths to meet our goals. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ വന്ന് അപ്പോൾ ആ പ്ലാനിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പകരം ആൾട്ടർനേറ്റീവ്സ് നോക്കും അല്ലേ? അപ്പം നമുക്ക് ലക്ഷ്യം ഇന്ന് നമുക്ക് കോഴിക്കോട് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം നോക്കുമ്പോൾ ബസ്സില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെല്ലാം ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്? ട്രെയിനിന് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ചിട്ട് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന മറ്റാരെങ്കിലും ലിഫ്റ്റ് എടുക്കാൻ കഴിയുമോ? ഇതൊക്കെ തന്നെയാണ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആൾട്ടർനേറ്റീവ് അതേപോലെ തന്നെ കരിയർ ഗോൾസിലും ആൾട്ടർനേറ്റീവ് ഉണ്ടാവും. ട്രെഷ്മാസ് ഗോൾ വാസ് ടു ബി ആൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. ഷീ ലവ്ഡ് ദ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഷീ വാണ്ടഡ് ടു വർക്ക് ഫോർ 2 years ആഫ്റ്റർ ITI ആൻഡ് ദെൻ പെർസ്യൂ എഞ്ചിനീയറിംഗ്. അപ്പോൾ അവർ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിച്ചു. 2 കൊല്ലം ITI പഠിച്ചു. പിന്നീട് എഞ്ചിനീയറിംഗ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഷീ സ്റ്റാർട്ടഡ് എ കരിയർ ആസ് എ ജൂനിയർ ഓട്ടോമൊബൈൽ സെയിൽസ് അസിസ്റ്റൻറ്റ്. ആഫ്റ്റർ 2 years in her job, she realized that she was very good in sales. അപ്പോൾ 2 കൊല്ലം അതിൽ സെയിൽസ് ഇതായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു സെയിൽസ്മാൻ ആണെന്ന് മനസ്സിലായി, സെയിൽസ് വുമൺ ആണെന്ന് മനസ്സിലായി. ഷീ വാസ് പ്രൊമോട്ടഡ് ആസ് എ സെയിൽസ് അസിസ്റ്റൻറ്റ്. ഷീ ഡിസൈഡഡ് ടു ആൾട്ടർ ഹെർ ഗോൾ ടു ബി ആൻ ഓട്ടോമൊബൈൽ സെയിൽസ് പേഴ്സൺ. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ 2 കൊല്ലം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി സെയിൽസിനാണ് അവർക്ക് നല്ല മെച്ചമെന്ന്. അപ്പോൾ അവർ ആൾട്ടർനേറ്റീവ് മാറ്റി, ആ കരിയർ പ്ലാൻ മാറ്റി കളഞ്ഞു. അവർ സെയിൽസിലേക്ക് പോയി. ഷീ ഡിഡ് എ ക്ലാരിഫിക്കേഷൻ കോഴ്സ്, എ സർട്ടിഫിക്കേഷൻ കോഴ്സ് in sales and marketing. Now, after 7 years, she is the manager of the sales team at Kalyani Motors, Bangalore. അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനാണ്. ഇപ്പോൾ അവർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറായിട്ട് ആഗ്രഹിച്ച് ITI ചെയ്തെങ്കിലും അവർ സെയിൽസിൽ ജോലി കിട്ടിയപ്പം അവർക്ക് മനസ്സിലായി എനിക്ക് സെയിൽസാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന്. അങ്ങനെ ആ കരിയർ അവർ ആൾട്ടർനേറ്റ് ചെയ്തിട്ട് സെയിൽസിലേക്ക് കരിയർ ഓപ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കും കരിയർ പ്ലാൻ തയ്യാറാക്കാം. കരിയർ ആൾട്ടർനേറ്റീവ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മാർക്കറ്റ് ട്രെൻഡ്സ് മേ ചേഞ്ച് ആൻഡ് വി മേ ബി ഫോഴ്സ്ഡ് ടു ചേഞ്ച് അവർ path or goal. Our life situation may change, due to which we may have to find an alternate job. We may learn new skills and hence we may get new career opportunities. പുതിയ അവസരങ്ങൾ നമുക്കുണ്ടാകണം. അതിനാണ് കരിയർ പ്ലാനിൻ്റെ ആവശ്യം അല്ലേ? റിമെമ്പർ, പ്ലാൻ യുവർ കരിയർ ഇൻ സച്ച് എ വേ ദാറ്റ്
യു ഹാവ് കരിയർ ആൾട്ടർനേറ്റീവ്സ്. നമ്മളെപ്പോഴും കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ്സും കൂടി പോകണം. ഒന്ന് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് വേണമത്. ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ സം കരിയർ ഓപ്ഷൻസ് ദാറ്റ് യു വാണ്ട് ടു എക്സ്പ്ലോർ ഇൻ യുവർ സെൽഫ്? വൈ ആർ കരിയർ ആൾട്ടർനേറ്റീവ്സ് ഇമ്പോർട്ടൻറ്റ്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് പ്ലാനിങ് യുവർ കരിയർ? എന്തുകൊണ്ടാണ് കരിയർ പ്ലാനിങ് ഇത്രയും പ്രാധാന്യമുള്ളത്? കരിയർ ആൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയിൽ മാറ്റം വരുത്തണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്താണ്? അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കരിയർ പ്ലാൻ ആൾട്ടർനേറ്റീവ്സാണ് നമുക്കുള്ളത്? വാട്ട് വിൽ യു ഡു ഡിഫറൻ്റ്ലി നെക്സ്റ്റ് ടൈം? വേർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ എനി സ്കിൽ ഗ്യാപ്പ്? വാട്ട് വിൽ യു ഡു അപ്പ് സ്കിൽ യുവർ സെൽഫ്? നമ്മൾ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്പ് സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് പഠിച്ചല്ലോ. അതിൽ അപ്പ് സ്കില്ലിംഗ് ഫോർ കരിയർ ഗ്രോത്ത്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്കില്ല്, കരിയർ ഗ്രോത്തിന് കൂടുതൽ സ്കില്ല് എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ 3 years or 5 years of starting your career, you will usually get the opportunity to move to a higher positions. You may get promoted. You may decide to move to another company, start your own business, or even change your career path. For example, if you start off an automobile valuer, you may get promoted as an automobile sales executive and later on as a automobile sales advisor. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോലി തുടങ്ങിയതിന് ശേഷം നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയേക്കാം. ഇപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ വാല്യൂർ, ഓട്ടോമൊബൈൽ ITI പഠിച്ചു, ഓട്ടോമൊബൈൽ വാല്യൂറായിട്ടാണ് നമുക്ക് ജോലി കിട്ടിയത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമൊബൈൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പ്രൊമോഷൻ കിട്ടാം, അല്ലെങ്കിൽ നമുക്കൊരു സെയിൽസ് അഡ്വൈസറായിട്ട് പ്രൊമോഷൻ കിട്ടാം. അപ്പ് സ്കില്ലിംഗ് യുവർ കരിയർ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ കൂടുതൽ ആ ജോലിയിൽ സ്കില്ല് പഠിച്ചെടുക്കേണ്ടത് അല്ലേ? അപ്പ് സ്കില്ലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ന്യൂ സ്കിൽസ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ കറണ്ട് സ്കിൽസ്. ഇഫ് യു നോ how to stitch a garment by hand, learning how to do it using a machine is called upskilling. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തയ്ക്കുന്ന അറിയാം, പക്ഷേ മോട്ടർ കൊണ്ട് തയ്ക്കുന്ന പഠിച്ചെടുക്കുന്നതിനാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ തളപ്പ് ഉപയോഗിച്ച് നമുക്ക് മരത്തിൽ കയറാൻ അറിയാം, നമ്മളത് മെഷീൻ ഉപയോഗിച്ചിട്ട് മരം കയറുന്നതിനാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മരം വെട്ടാൻ അറിയാം മഴ ഉപയോഗിച്ച്, അത് ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് വെട്ടുന്നതിനാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്സ്കില്ലിംഗ് ഹാസ് മെനി ബെനിഫിറ്റ്സ് സച്ച് ആസ് കരിയർ ഗ്രോത്ത്. ഇപ്പോൾ സ്കില്ല് കൂടുതൽ പഠിച്ചെടുക്കുമ്പോൾ കരിയറിൽ വളർച്ച ഉണ്ടാവുകയാണ്. ബെറ്റർ ഏണിംഗ് ആൻഡ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങളുണ്ട്. കരിയറിൽ വളർച്ച ഉണ്ടാകും, ഏണിങ്സ്, ശമ്പളം കൂടും, കൂലി കൂടും, വേതനം കൂടും, പ്രൊമോഷൻ കിട്ടും, ഇന്നൊവേഷൻ, കൂടുതൽ പുതുമയിലേക്ക് പോകാം, ബിക്കമിങ് എ ലീഡർ ആസ് എ റോൾ മോഡൽ ഇൻ യുവർ ഫീൽഡ്. മെനി കമ്പനീസ് പ്രൊവൈഡ് അപ്സ്കില്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സസ് മുഖേനയൊക്കെ കമ്പനികൾ അപ്സ്കില്ലിംഗ് ട്രെയിനിങ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്സ്കിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കും. കൂടുതൽ സ്കില്ല് പഠിച്ചെടുക്കുമ്പോൾ ഇൻഡസ്ട്രിയിലാണെങ്കിൽ കൂടുതൽ പ്രൊമോഷൻ കൊടുക്കും. പുതിയ സ്കില്ല് പഠിച്ചെടുക്കുമ്പോൾ ലേൺ വൈൽ യു ഏൺ. മനസ്സിലായോ? ഏൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സസ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ. വി ലിവ് ഇൻ 21st century അല്ലേ? 21ാമത്തെ നൂറ്റാണ്ടിൻ്റെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള കാലഘട്ടത്തിലാണ്. ഹൈ സ്പീഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെല്ലാവരും നെറ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇൻ്റർനെറ്റ് ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് പഠിക്കാൻ കഴിയില്ല. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ പഴയതിനേക്കാൾ കൂടുതൽ വളർച്ച വന്നു. ഗവൺമെൻറ്റിലായിരുന്നു പഴയ കാലത്ത് തൊഴിലവസരമുള്ളതെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് തൊഴിൽ ദാതാവ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ് പുറകോട്ട് പോയി. അതിന് പകരം പ്രൈവറ്റ് സെക്ടർ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തല്ലേ? ദീസ് ഫോക്കസസ് ഹാവ് റിസൾട്ടഡ് ഇൻ മേജർ ചേഞ്ചസ് ഇൻ ദ വേ വി വർക്ക്. അഡീഷണലി, ഡ്യൂ ടു COVID-19, മെനി ഇൻഡസ്ട്രീസ് ഹാവ് ഓൾസോ ചേഞ്ച് ദ വേ ദേ വർക്ക്ഡ് പ്രീവിയസ്ലി. അപ്പോൾ ഇൻഡസ്ട്രീസൊക്കെ അവരുടെ രീതികൾ മാറ്റി. Unlike 10 years ago, the workplace today requires candidates who can continuously develop themselves and stay up to date with the technology. ഇപ്പോൾ 10 കൊല്ലത്തിന് മുമ്പുള്ള പോലെയല്ല. ടെക്നോളജി വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ പുതിയ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ദ ഇൻ്റർനെറ്റ് ഈസ് അവർ ബെസ്റ്റ് ഗൈഡ് ടു ലേൺ, എക്സ്പ്ലോർ ന്യൂ ഐഡിയാസ്, ഷെയർ അവർ വർക്ക് ആൻഡ് ക്രിയേറ്റ് മെനി വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും പുതിയതായി പഠിച്ചെടുക്കാനും അറിയാനും പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയല്ലേ? Hence, if we want to grow in our career today, we must be ready to continuously learn and upskill ourselves. നമ്മൾ കരിയറിൽ വളരണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും നമ്മൾ സ്കില്ലുകൾ പഠിച്ചെടുക്കുകയും ചെയ്യാൻ നിർബന്ധിതമാകല്ലേ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കുക കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അല്ലേ? ആശയവിനിമയം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയണം അല്ലേ? അത് സ്പോക്കൺ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ. പിന്നെ കൊളാബറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് വെൽ വിത്ത് അത്. ഇതിനാണ് കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറയാം. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പണിയെടുത്ത് ജോലി ചെയ്ത് പോവുക, അതാണ് കൊളാബറേഷൻ. ലിങ്ക് ചെയ്യുക, നെറ്റ്വർക്കിംഗ് എന്ന് പറയും. ഇന്നോവേഷൻ,
ട്രൈങ് ന്യൂ തിങ്സ് ആൻഡ് ഫൈൻഡിങ് ന്യൂ വേസ് ടു ഡു ഓൾഡ് തിങ്സ്. ഇപ്പോൾ പുതിയ ടെക്നോളജിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടറൈസേഷൻ, മെക്കാനൈസേഷൻ, കമ്പ്യൂട്ടറൈസേഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. സെൽഫ് അവെയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ് വെൽ. നമ്മൾ സ്വയം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ പരിമിതി, ശക്തി, ദൗർബല്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ. അഡാപ്റ്റബിലിറ്റി, എബിലിറ്റി ടു അഡാപ്റ്റ് ടു ഫാസ്റ്റ് ചേഞ്ചസ്, മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാവുക. നെഗോസിയേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ പ്രോപ്പർ വേ ടു സ്റ്റാർട്ട് യു സോ ദാറ്റ് യു ക്യാൻ റീച്ച് എ പ്രോഫിറ്റബിൾ ഹെൽത്തി കോംപ്രമൈസ്. അപ്പോൾ നെഗോഷിയേറ്റ് എന്ന് വെച്ചാൽ ബാർഗെയിൻ ചെയ്യുക, നമുക്ക് കിട്ടാവുന്നത് പരമാവധി നമ്മൾ നേടിയെടുക്കാൻ നോക്കണം അല്ലേ. പിന്നെ റെസിലിയൻസ് എന്ന് വെച്ചാൽ ബീയിങ് സ്ട്രോങ് ടു ഫേസ് എനി കൈൻഡ് ഓഫ് ചലഞ്ച് ഓർ എ പ്രോബ്ലം. അതിനാണ് റെസിലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ. ബീയിങ് സ്ട്രോങ് ടു ഫേസ് എനി ചലഞ്ച്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ധൈര്യത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. ഇത്രയും സ്റ്റെപ്പുകളാണ് 21ാമത്തെ സെഞ്ച്വറിയിൽ നമുക്ക് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കൊളാബറേഷൻ, ഇന്നോവേഷൻ, സെൽഫ് അവെയർനെസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അഡാപ്റ്റബിലിറ്റി, നെഗോസിയേഷൻ, റെസിലൻസ്. ഇതിൽ ചില വാക്കുകൾ നമുക്ക് പുതിയതാണ്. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ പുതുമ കണ്ടെത്തുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കിങ് ഇൻ എ സ്മാർട്ട് വേ ബൈ ക്വസ്റ്റ്യനിങ് ദ ഇൻഫർമേഷൻ യു റിസീവ് സോ ദാറ്റ് യു ആർ നോട്ട് ഫൂൾഡ് ബൈ ഫേക്ക് ന്യൂസ്. അപ്പോൾ ധാരാളം തെറ്റായ വാർത്തകളുണ്ടാവും. അത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് വേണം അത് അതിൻ്റെ ശരി കണ്ടെത്തുവാൻ. കേട്ടോ. നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ബാർഗൈനിങ് ആണ്. റീസിലൻസ് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, എന്ത് ആനുകൂല്യാലും ഇളവില്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം ഇനി ഇൻഡസ്ട്രിയൽ കേസ് സ്റ്റഡി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് നോക്കാം. 5 കൊല്ലം മുമ്പ് ഒരു ജോബിൽ ജോയിൻറ്റ് ട്രിവാൻഡ്രം മാനുഫാക്ചറിങ് കമ്പനി ആസ് എ മെഷീനിസ്റ്റ്. ഹിസ് ടീം യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗിയർ പാർട്സ് യൂസ് ഇൻ ദ JCB. അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ളൊരു കേസ് സ്റ്റഡിയാണ്. അത് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കണം. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്, അതുകൊണ്ട് അതിലേക്ക് വലിയ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ട്രേഡ് വൈസ് അപ്സ്കില്ലിംഗ്. ബിഫോർ യു സ്റ്റാർട്ട് ദ ആക്ടിവിറ്റി യു ക്യാൻ ഗോ ത്രൂ ദ ലെസൺ കോൾഡ് നോ ദ ജോബ്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് വൈസ് അപ്സ്കില്ലിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കും. ഓരോ ട്രേഡിലുള്ള ആൾക്കാർക്ക് ഓരോ തരം അപ്സ്കില്ലിംഗാണ് ഉണ്ടാവുക. ജോബ് റോൾ ഡെസിഗ്നേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, വാട്ട് ആർ ദ 5 സ്കിൽസ് യു ഹാവ്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള 5 സ്കില്ലുകൾ. ഹൗ ഡിഡ് യു ലേൺ ന്യൂ സ്കിൽസ് ഇൻ യുവർ ജോബ്, വാട്ട് ആർ ദ benefits, how can we learn continuously using the internet and technology. ഇൻ്റർനെറ്റ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് പഠിക്കാം. അക്കോർഡിംഗ് ടു യു, നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? ഡിപ്പ് അപ്സ്കില്ലിംഗ് ഹെൽപ്പ് ദ സ്പീക്കേഴ്സ് ഇൻ ദെയർ കരിയർ. അപ്പം അപ്സ്കില്ലിംഗ് അവർക്ക് ഉപകാരപ്പെട്ടുവോ എന്നുള്ളതാണ് അതിൽ നമ്മൾ നോക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ് അപ്സ്കിൽഡ് ദംസെൽവ്സ്. അത് ഓരോ അസൈൻമെൻറ്റ് ഓരോ രീതിയിലാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അപ്സ്കില്ലിംഗ്. എന്താണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്? അപ്സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കുന്നതിനാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഹാൻഡ് വർക്കിൽ നിന്ന് മെക്കാനിക്കൽ വർക്കിലേക്കോ അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് വർക്കിലേക്കോ ഒക്കെ പോകുന്നതിനും കൂടുതൽ സ്കില്ല് പഠിക്കുന്നതിനും അപ്സ്കില്ലിംഗ് എന്ന് പറയും. ഹൗ വിൽ യു അപ്സ്കില്ലിംഗ് ബെനിഫിറ്റ് യു. എന്തൊക്കെയാണ് അപ്സ്കില്ലിൻ്റെ ബെനിഫിറ്റ്? സാമ്പത്തിക നേട്ടമുണ്ടാകും, ജോലിയിൽ ഉയർച്ചയുണ്ടാകും, അപ്ഡേറ്റഡ് ആയിരിക്കും. വാട്ട് ആർ ദ കീ സ്കിൽസ് ദാറ്റ് യു നീഡ് ടു അപ്സ്കിൽ ഇൻ ദ 21st സെഞ്ച്വറി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റെസിലൻസ്, ഇന്നോവേഷൻ, ടെക്നോളജി ചേഞ്ചസ്, അതെല്ലാം. ഹൗ വിൽ യു അപ്സ്കിൽ യുവർ കരിയർ ആഫ്റ്റർ യു സ്റ്റാർട്ട് വർക്കിംഗ്. നമ്മൾ ജോലി തുടങ്ങിയതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ അപ്സ്കില്ലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനിയിപ്പോൾ ഈ ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്, അതുകൊണ്ട് അതും കൂടി പറഞ്ഞിട്ട് പോകാം. അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയ സ്കില്ല് പഠിക്കുക. റീസ്കില്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെപ്പറേറ്റ് സ്കില്ല് പഠിക്കുന്നതാണ് റീസ്കില്ലിംഗ് എന്ന് പറയാം. ഒരു സ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അപ്സ്കില്ലിംഗ്. റീസ്കില്ലിംഗ് മീൻസ് ടു ലേൺ എ സെപ്പറേറ്റ് സ്കിൽ. Humans have always wanted to work in an efficient manner. This has led to creation of new technologies. People have learned new skills to use those technologies. You have growth mindset if you believe in learning new things related to your career and to try to keep yourself up to date. അപ്പോൾ അതാണ് അപ്സ്കില്ലിംഗ്. The process of learning a completely new set of skills to perform a different nature of task is called reskilling. അപ്പോൾ നമ്മൾ പുതിയൊരു സംഗതി, ഒരു ഇലക്ട്രീഷ്യൻ ഒരു വെൽഡിംഗ് പഠിച്ചെടുക്കുക, അതിനാണ് റീസ്കില്ലിംഗ് എന്ന് പറയുന്നത്. ഒരു പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ആൾ, അയാൾക്ക് തോന്നുകയാണ് എനിക്ക് ഇലക്ട്രിക്കൽ വർക്കും കൂടി പഠിക്കണം. കാരണം മിക്കപ്പോഴും വീടുകളിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കും ഒരുമിച്ചാണ് വേണ്ടി വരുന്നത്. അപ്പോൾ അയാൾ ഇലക്ട്രിക്കൽ വർക്കും കൂടി പഠിച്ചെടുക്കുകയാണ്. അതിനാണ് റീസ്കില്ലിംഗ് എന്ന് പറയുന്നത്. പ്ലംബർ ഇലക്ട്രീഷ്യൻ വർക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പ്ലംബർ വർക്ക് പഠിക്കുക, ഇതെല്ലാം റീസ്കില്ലിംഗ് എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? ആണ് അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ്. ഇനിയിപ്പം ഇലക്ട്രീഷ്യൻ വെൽഡിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഫിറ്റിംഗ് പഠിക്കുന്നു, അത് റീസ്കില്ലിംഗ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണത്. എഡ്യൂക്കേഷൻ, ഓൺ റാംപ്സ്, ഇതൊക്കെ നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി.
അപ്സ്കില്ലിങ്ങിന് റീസ്കില്ലിൻ്റെ എക്സാമ്പിൾസാണ് ഇതാ. ലേണിംഗ് ഹൗ ടു യൂസ് ഇലക്ട്രിക് സോ വെൻ ആക്സ് ബിക്കംസ് ഓബ്സല്യൂട്ട്. ഓബ്സല്യൂട്ട് എന്ന് വെച്ചാൽ കാലഹരണപ്പെടുക കേട്ടോ. OBSOLETE. ഓബ്സല്യൂട്ട് കാലഹരണപ്പെടുക. ഇപ്പം മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് മരം മോട്ടോർ ഉപയോഗിച്ചിട്ട് ആണിപ്പം വെട്ടിയെടുക്കുന്നത് അല്ലേ, കൊമ്പുകളൊക്കെ വെട്ടിയെടുക്കുന്നത്. അതിനാണ് അപ്സ്കില്ലിങ്. ആ സ്കില്ല് പഴയ മഴ ഉപയോഗിച്ചിരുന്ന സ്കില്ല് മാറിയിട്ട് ഇപ്പോൾ മോട്ടറൈസ്ഡ് ഇലക്ട്രിക് സോ വന്നു. ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ആർ അതർ വേർഡ്സ് ഫോർ റീസ്കില്ലിംഗ്? അപ്പോൾ സ്കില്ലിങ്ങിൻ്റെ വാക്കുകൾ വേറെ എന്തൊക്കെയാണ്? റീട്രെയിനിങ്, റീ എഡ്യൂക്കേഷൻ, റീ എക്യൂപ്പിംഗ്, റീ ക്വാളിഫിക്കേഷൻ, റീ ഇൻസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ, റീ ഓറിയൻറ്റേഷൻ, റീ എഡ്യൂക്കേറ്റിംഗ്. ഇത്രയും വാക്കുകളാണ് കേട്ടോ റീസ്കില്ലിങ്ങിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണത്. റീട്രെയിനിങ്, റീ എഡ്യൂക്കേഷൻ, റീ എക്യൂപ്പിംഗ്, റീ ക്വാളിഫിക്കേഷൻ, റീ ഇൻസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ, റീ ഓറിയൻറ്റേഷൻ, റീ എഡ്യൂക്കേറ്റിംഗ്. നോക്കൂ, ഒരു 2 കിളികളുടെ സംഭാഷണം പോലെയാണ് ഇത് കാണിച്ചത് അല്ലേ. അപ്പോൾ അത്രയും വാക്കുകളാണ് റീസ്കില്ലിങ്ങിനുള്ളത്. ഇനി നിങ്ങൾ പേരൻസിനോട് സംസാരിച്ചിട്ട് പഴയ സ്കില്ല്, പുതിയ സ്കില്ല്. പഴയ കാലത്ത് അടുക്കളയിലൊക്കെ അമ്മ ഉപയോഗിക്കുന്ന പഴയ ഇപ്പം തേങ്ങ ചിരണ്ടാൻ വേണ്ടിയൊക്കെ ഇപ്പം മോട്ടറായി അല്ലേ. നേരത്തെയൊക്കെയാണ് നിലത്തിരുന്ന് ചിരവുന്ന രീതിയായിരുന്നു. ഇപ്പം നമ്മൾ ചെറിയ ചിരവ് മേലെ ഫിറ്റ് ചെയ്തൊരു ചിരവുണ്ടാവും. അല്ലെങ്കിൽ മോട്ടർ ഉപയോഗിച്ച് ചിരണ്ടിയെടുക്കാം. അല്ലെങ്കിൽ അരയ്ക്കാൻ വേണ്ടി അന്നൊക്കെയാണെങ്കിൽ അരയ്ക്കുന്ന അമ്മി ഉപയോഗിച്ച് അരയ്ക്കലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മോട്ടർ ഉപയോഗിച്ചിട്ട് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അല്ലേ. അതുപോലെ മിക്സിങ്, എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. തിങ്ക് അബൌട്ട് ദ സ്കിൽസ് യു ഹാവ് ലേൺ ഇൻ യുവർ ട്രേഡ് ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ സ്കിൽസ്. നമ്മളായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ കറക്റ്റ് അഡീസീവ്സ്, സീലൻസ്, അപ്ലയൻസ് ഇൻസുലേഷൻ, ഇൻസ്റ്റാളിങ് പൈപ്പ് സിസ്റ്റം, സോൾഡറിങ്, ഇതിലെല്ലാം ഒരുപാട് സ്കിൽസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ട്രേഡിൽ കേട്ടോ. സ്കിൽസ് ആവശ്യമുള്ള എന്തൊക്കെയാണ് നമ്മുടെ ട്രേഡിലുള്ള സ്കില്ല്, അപ്പ് സ്കിൽസ്, ലേറ്റസ്റ്റ് ടെക്നോളജി എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ യു ക്യാൻ അപ്പ് സ്കിൽ ഓർ റീസ്കിൽ അറ്റ് എനി പോയിൻ്റ് ഓഫ് യുവർ കരിയർ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഏത് സ്റ്റേജ് എത്തുമ്പോഴും നമുക്ക് സ്കിൽസ് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ സ്കില്ല് മാറ്റാനും കഴിയും. യു ആർ റീസ്കില്ലിങ് ഇഫ് യു ആർ ലേണിംഗ് എ ന്യൂ സ്കിൽ ടു എൻ്റർ ടേക്കപ്പ് എ ഡിഫറെൻറ്റ് കരിയർ. വേറൊരു കരിയറിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് റീസ്കില്ലിങ്ങിനെ കാണാം. യു ആർ അപ്പ് സ്കില്ലിങ് ഇഫ് യു ആർ ലേണിംഗ് എ ന്യൂ സ്കിൽ ടു ഗ്രോ. നമ്മൾ സ്വന്തം ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ കൂടുതൽ മുന്നോട്ട് പോകാനാണെങ്കിൽ നമ്മൾ അപ്പ് സ്കില്ലിംഗ് ആണ്. പുതിയൊരു ജോലിയിലേക്ക് മാറാനാണെങ്കിൽ റീസ്കില്ലിംഗ് ആണ്. ഇനി അടുത്തത് ഒരു ഡിഫറൻറ്റ് ടോപ്പിക്കാണ്, അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് ട്രെൻഡ്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.